പ്രിയമുള്ളവരെ, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഴ്ചകളിലൊന്ന് വലിയ ആഴ്ച തന്നെയാണ്. കഴിഞ്ഞ ഓശാന ഞായറോടുകൂടി നമ്മൾ ഈ വലിയ ആഴ്ചയ്ക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഴ്ചയായ വലിയ ആഴ്ചയ്ക്ക് ഓശാന ഞായർ പള്ളിക്ക് പുറത്തുള്ള ഏതെങ്കിലും കപ്പേളയിലോ കുരിശടിയിലോ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നിന്ന് കർമ്മങ്ങൾ ആരംഭിച്ച് പള്ളിയിലേക്ക് എല്ലാവരും കൂടി കുരുത്തോലകൾ കൈകളിലേന്തി പള്ളിവാതിൽക്കിലേക്ക് പ്രദക്ഷിണമായിട്ടെത്തുന്നൊരു രംഗമുണ്ട്. നമുക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷവും നൽകുന്നൊരു ഓർമ്മയാണത്. പള്ളിവാതിൽക്കിൽ എത്തിക്കഴിയുമ്പോൾ വികാരിയച്ഛനോ മുഖ്യ കാർമ്മികരോ അവരാരെങ്കിലും പള്ളിവാതിൽ മുട്ടിക്കയറുന്ന ഒരു പതിവുണ്ട്. മഹത്വത്തിൻ്റെ രാജാവ് ആരാകുന്നു എന്നാണ് ചോദ്യം. യുദ്ധവീരനും ശക്തനുമായ കർത്താവ് തന്നെയെന്ന് 3 പ്രാവശ്യം മറുപടി കഴിയുമ്പോൾ ആനവാതിൽ മലർക്കെ തുറക്കുകയും വിശ്വാസികളെല്ലാവരും പള്ളിയിലേക്ക് ദേവാലയത്തിലേക്ക് ആഘോഷമായി പ്രവേശിക്കുകയും ചെയ്യുന്നു. നല്ല ഓർമ്മകളാണ് ഇതെല്ലാം നമുക്ക് സമ്മാനിക്കുന്നത്. നമ്മുടെ പള്ളിയുടെ ആനവാതിലുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, പള്ളിയുടെ ആനവാതിലിന് പുറത്ത് താഴോ താക്കോലോ ഓടാമ്പലോ ഒന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. കാരണം അതിൻ്റെ സാക്ഷകളെല്ലാം പള്ളിയുടെ അകത്ത് തന്നെയാണ്. ആ വാതിൽ തുറക്കണമെങ്കിൽ പള്ളിക്ക് അകത്തു നിന്നുള്ളവർ ശ്രമിക്കണം, തുറന്നു കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ദേവാലയത്തിനകത്തേക്ക് ആനവാതിലിലൂടെ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ പറയുമ്പോൾ ഇതിന് സദൃശ്യമായ ഒരു വചനം വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 19-ഉം 20-ഉം വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇതാ ഞാൻ വാതിൽക്കൽ വന്ന് നിൽക്കുന്നു, നീ വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്തേക്ക് പ്രവേശിക്കും. അത് ക്രിസ്തുവിൻ്റെ സുന്ദരമായ ഒരു ചിത്രമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയവാതിലുകൾ നമ്മൾ തുറന്നു കൊടുത്താൽ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമെന്നുള്ളൊരു സൂചനയാണ്. ഇത് സൂചിപ്പിക്കുന്ന മനോഹരമായൊരു ചിത്രം നമ്മളെല്ലാവരും എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാകും. കാരണം ഈശോ കയ്യിലൊരു റാന്തൽ വിളക്കുമായി ഒരു വാതിലിന് മുന്നിൽ വന്ന് നിൽക്കുന്നു. ആ വാതിൽ നമ്മൾ ആ ചിത്രത്തിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, അതിന് പുറത്ത് ഒരു കൈപ്പിടി പോലുമില്ല. അകത്തു നിന്നുള്ളവരാണ് തീരുമാനിക്കുന്നത് ക്രിസ്തു അകത്തേക്ക് പ്രവേശിക്കണമോ വേണ്ടയോ എന്ന്. വലിയ ആഴ്ചയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഓശാന ഞായറിൽ നമ്മൾ ഔദ്യോഗികമായിട്ട് ഇതിന് തുടക്കം കുറിച്ച് നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് മുന്നോട്ട് പോകുമ്പോൾ ക്രിസ്തു നമ്മുടെ ഹൃദയവാതിലിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. ക്രിസ്തുവിന് അകത്തേക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം, നമ്മൾ തന്നെ വാതിൽ തുറന്നു കൊടുക്കണം. അതെപ്രകാരം സാധിക്കും എന്നുള്ളതിൻ്റെ ഉത്തരവും വെളിപാടിൻ്റെ പുസ്തകത്തിൽ തന്നെയുണ്ട്. 3-ാമത്തെ അധ്യായം 19-ാമത്തെ വചനത്തിൽ പറയുന്നു, അനുതപിക്കുക, ഞാൻ നിൻ്റെ വാതിൽക്കൽ വന്ന് നിൽക്കുന്നു. അനുതാപത്തിലൂടെയാണ് ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് ഇടം നേടാനാവുക, പ്രവേശിക്കാനാവുക. അനുതാപം യഥാർത്ഥത്തിൽ നടക്കേണ്ടത് അനുരഞ്ജന കൂദാശ വഴിയാണ്, കുംഭസാരം എന്ന കൂദാശ വഴിയാണ്. നമുക്കറിയാം, ഒരു ഇടവക ജനം മുഴുവൻ പള്ളിയിൽ വന്ന് കുമ്പസാരിച്ചൊരുങ്ങി വലിയ ആഴ്ചയ്ക്ക് ഏറ്റവും അടുത്തൊരുങ്ങുന്ന മനോഹരമായ കാഴ്ച നാം ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം, നമുക്കിങ്ങനെ ഒരു അവസരം അനുതപിക്കാനും ദൈവത്തിങ്കിലേക്കും സഹോദരനിലേക്കും തിരിച്ചു വരാനായിട്ട് ദൈവം തരുന്നതിനെ ഓർത്ത്. അങ്ങനെ ഈ വലിയ ആഴ്ചയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്നിടാനും ക്രിസ്തുവിന് ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ അനുതാപത്തിൻ്റെ വഴികൾ, അത് കുമ്പസാരക്കൂട്ടിലാണ്, അനുരഞ്ജന കൂദാശിയുടെ വേദിയിലാണ് നമ്മൾ ഏറ്റുപറയേണ്ടത്. അങ്ങനെ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ യഥാർത്ഥ മനസ്സോടെ അനുതപിക്കാനും ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഈ നോമ്പ് കാലത്തിൻ്റെ അവസാനം കർത്താവിൻ്റെ കുരിശുമരണത്തിലൂടെ, പെസഹ രഹസ്യങ്ങളിലൂടെ, ഉദ്ധാനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതൊരു അനുഭവമായി മാറാനും നമ്മൾ പാപത്തിന് മരിച്ച് ക്രിസ്തുവിൽ ജീവിക്കുവാനുമുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.